ക്യാമറയിലെ കൂടെ കഥ പറയാം, പെന്നിലൂടെ എഴുതിയിട്ട് നമുക്ക് പേപ്പറിൽ കൂടെ കഥ പറയാം. അങ്ങനെ പല പെയിൻറ്റിങ് ചെയ്തിട്ട് നമുക്ക് അതിലൂടെ കഥ പറയാം. അപ്പോൾ എല്ലാം ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഒരു സ്റ്റോറി എങ്ങനെ ഏത് മീഡിയത്തിലോട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, അത് നമുക്ക് എങ്ങനെയാണെന്ന് തോന്നുന്നത് അങ്ങനെ നമുക്കത് ചെയ്യാം. ഈ ക്യാമറ പലരും വിചാരിച്ചിട്ടുള്ളത് ക്യാമറാമാൻ മതി, അതുകൊണ്ട് ഡയറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു സാധനം. ഇപ്പോൾ നമ്മൾ റീലൊക്കെ ചെയ്യുന്ന പോലെ റീല് ചെയ്യുന്ന എന്ന് പറയുന്നത് റീല് ചെയ്യണമെങ്കിൽ റീല് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെതായിട്ടുള്ളൊരു ഡെഡിക്കേഷനുണ്ട്. അത് നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ പുറത്തേക്ക് കൂടുതലായിട്ട്. അപ്പോൾ ഒരു ഡയറക്ടർ കഥ എഴുതി, അല്ലെങ്കിൽ അയാൾ വേറൊരാളുടെ കഥ മേടിച്ചിട്ട് അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ കഥ ആ എഴുതിയ പേഴ്സൻ്റെ അതേ രീതിയിൽ തന്നെ ആയിരിക്കണം എന്നില്ല അത് ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ഡയറക്ടർ ഇതേ കഥ വേറൊരു ഡയറക്ടർ കൊടുക്കുമ്പോൾ അയാൾ വേറെ രീതിയിലായിരിക്കും അത് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എല്ലാം അതായത് അതിനകത്തൊരു ലാംഗ്വേജ് ഉണ്ടാവണം. ആ സിനിമയുടെ ലാംഗ്വേജ് ആ കഥയിൽ മാത്രമുള്ള ലാംഗ്വേജ് ആയിരിക്കും. അത് സിനിമ ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഡയറക്ടോറിയൽ വിഷൻ ആവശ്യമുണ്ട്. ഡയറക്ടറുടെ അടുത്ത് നല്ലൊരു ക്യാമറ ഉണ്ടായിട്ടും കാര്യമില്ല. ഡയറക്ടർക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് വേണം. ചിലപ്പോൾ അയാൾക്ക് ആ വിഷ്വൽ മീഡിയത്തിൻ്റെ ലാംഗ്വേജ് മാത്രമായിരിക്കും, ആ ഇമോഷനും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നല്ല കഴിവുണ്ടാവും വിഷ്വലി. ബട്ട് അത് ക്യാമറയിൽ കൂടെ എടുക്കുക എന്ന് പറയുന്നതിന് ക്യാമറയിൽ കൂടെ അതിനെ വിഷ്വലൈസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ടെക്നിക്കലി അറിയാവുന്ന ഒരു ക്യാമറ പേഴ്സൻ്റെ ഒരു ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ മാത്രം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഡയറക്ടറുടെ കൂടെ ഒരു വിഷനായിരിക്കും.